Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? Yes. എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? സേഫ് പ്രാക്ടീസസ് പറഞ്ഞില്ലേ? PP അല്ലെ? PP. അത് കംപ്ലീറ്റ് ആയിരുന്നോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് എന്ന് പറഞ്ഞത് ആ ഭാഗം കംപ്ലീറ്റ് ആയിരുന്നോ? Yes, yes. ശരി. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണല്ലേ നെറ്റ് ഇഷ്യൂ വന്നിട്ട് ക്ലാസ് കട്ട് ആയി പോയത് അല്ലേ? Yes, yes. ശരി. ഓക്കെ, അപ്പൊ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ്, അവിടെയുള്ള സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി പറയുന്നത് സൂപ്പർവൈസറിന്റെ ആണ് അല്ലെ? സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ബാക്കിയുള്ള ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് കേട്ടോ. സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടി ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് staff in their charge receive appropriate training specific to the compressed gases they handle and use. അവർ ഉപയോഗിക്കുന്നത് ഇപ്പൊ അവിടെയുള്ള ഗ്യാസസ്, പല ഗ്യാസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോഴും അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആർക്ക് കൊടുക്കണം? അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം അല്ലെ? അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് ഇവർ ആ ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള ഉചിതമായിട്ടുള്ള പരിശീലനങ്ങള് ആർക്ക് കൊടുത്തിരിക്കണം? അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം. അങ്ങനെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഉചിതമായിട്ടുള്ള ആ ഒരു ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻചാർജിലുള്ള സ്റ്റാഫുകൾക്ക് ഉചിതമായിട്ടുള്ള ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തെ പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് compressed gases are used only for their intentional purpose and in accordance with defined procedures and rules. അതായത് കൃത്യമായിട്ട് നമ്മൾ ആ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ആ പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ in accordance with defined procedures and rules. അപ്പൊ ഓരോ ഗ്യാസുകളും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായ പ്രൊസീജിയേഴ്സും റൂൾസും ഉണ്ട് അല്ലെ? നടപടിക്രമങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനനുസൃതമായി തന്നെയാണോ, ആ പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഈ ഒരു കംപ്രസ്ഡ് ഗ്യാസ് അവിടെ ഉപയോഗിക്കുന്നത് എന്നും ഉറപ്പുവരുത്തണം. ആരിതൊക്കെ ഉറപ്പുവരുത്തേണ്ടത്? സൂപ്പർവൈസർ ആണ് കേട്ടോ. Then തേർഡ് പോയിന്റ് പറയുന്നത്, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, അതായത് SDS, that is applicable emergency response plan or other relevant literature is made quickly available to staff. ഇപ്പൊ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് നമ്മുടെ MSDS എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ആണ്. അപ്പൊ ഓരോ ഗ്യാസസും എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെ ഉപയോഗിക്കണം, അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നതാണ് ഈ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് അല്ലെങ്കിൽ SDS അല്ലെങ്കിൽ MSDS എന്ന് പറയുന്നത്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് പ്ലാൻ, ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ നമുക്ക് വളരെ എമർജൻസി ആയിട്ട് നമുക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കാൻ കഴിയും, അതിന് വേണ്ടിയിട്ടുള്ള ERP അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് പ്ലാനുകളുണ്ട്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററില്ലേ,
അതിൽ പഠിച്ചില്ലേ എമർജൻസി റെസ്പോൺസ് പ്ലാനുകൾ. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എമർജൻസി റെസ്പോൺസ് പ്ലാനുകൾ എങ്ങനെ അതിനോട് പ്രതികരിക്കാം അതിനു വേണ്ടിയുള്ള പ്ലാനുകളും ഓരോരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെലവന്റ് ലിറ്ററേച്ചേഴ്സ് അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാഫുകൾക്ക് അവൈലബിൾ ആക്കി എളുപ്പത്തിൽ എടുക്കാൻ കണക്കിന് അല്ലെങ്കിൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിൽ അവർക്ക് അവൈലബിൾ ആക്കി നൽകുക. Then അടുത്തത് provide staff and visitors with necessary personal protective equipment PPEs. അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ ഈ ഒരു ഭാഗം വിസിറ്റ് ചെയ്യാൻ വരുന്ന സന്ദർശകരായിക്കോട്ടെ അവർക്ക് മതിയായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ നൽകുക. അതുപോലെ പ്രൊവൈഡ് ആക്റ്റീവ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് എന്നാണ് കേട്ടോ അവിടെ. നിങ്ങളുടെ സ്റ്റാഫ് എന്നാണോ കിടക്കുന്നത് നിങ്ങളൊന്ന് തെറ്റിയേക്കണേ. പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് സ്റ്റാഫുകളുടെ കൃത്യമായിട്ട് അവർക്ക് അനുയോജ്യമായ രീതിയിൽ മേൽനോട്ടം വഹിക്കുക. അതുപോലെ എൻഷുവർ സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് അഡ്ഹർ ടു ആപ്ലിക്കബിൾ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഫോർ ദ യൂസ് ഓഫ് കംപ്രസ്ഡ് ഗ്യാസസ്. അതുപോലെ തന്നെ അവിടെ സ്റ്റാഫുകൾക്കായിക്കോട്ടെ വിസിറ്റേഴ്സിനായിക്കോട്ടെ അവർക്ക് കൃത്യമായി അഡ്ഹർ ടു ആപ്ലിക്കബിൾ ഒക്യുപേഷണൽ ഹെൽത്ത്. അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകളാണെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ആരോഗ്യം അതുപോലെ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ റെഗുലേഷൻസ് ഫോർ ദ യൂസ് ഓഫ് കംപ്രസ്ഡ് ഗ്യാസസ് ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് ഗ്യാസസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട സുരക്ഷയുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങള് ഒക്യുപേഷണൽ ഹെൽത്ത് എന്താണ് അവരുടെ തൊഴിൽപരമായ ആരോഗ്യം മുതലായ കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് ടു ഡിറ്റർമൈൻ ദ കോസ് ആൻഡ് ടു ഡെവലപ്പ് ആപ്റ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൻ എ റീഅക്കറൻസ്. എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായെന്ന് വിചാരിക്കാം. ഈ കംപ്രസ്ഡ് ഗ്യാസസിന്റെ യൂസുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഒരു അപകടം ഉണ്ടായെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുക. എന്തിനകത്ത് പരിശോധന നടത്തുന്നത്? ആ ഒരു അപകടം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ അല്ലെ. കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് പ്രതിരോധ നടപടിക്രമങ്ങൾ വികസിപ്പിക്കാനും ടു ലെസൻ റീഅക്കറൻസ് ഇത് പിന്നെയും ആവർത്തിക്കുന്ന അല്ലെ പുനരാവർത്തിക്കാതിരിക്കുന്നതിനെ തടയുക അല്ലെങ്കിൽ കുറയ്ക്കുക. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് ഇനി ഉണ്ടാവാൻ പാടില്ല അല്ലെ. അപ്പൊ അത്തരം ഇൻസിഡന്റ് ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് അത് കണ്ടെത്തി കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് പ്രതിരോധ നടപടികൾ എന്ത് ചെയ്യുക സ്വീകരിക്കേണ്ടത് ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. ലാസ്റ്റ് വൺ പറയുന്നത് keep apt records relating to the handling use of compressed gases that include up-to-date inventory, training records and reported incident. അതുപോലെ തന്നെ എല്ലാ റെക്കോർഡുകളും വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ റിലേറ്റിംഗ് ടു കംപ്രസ്ഡ് ഗ്യാസസിന്റെ ഉപയോഗം അതിന്റെ കൈകാര്യം മുതലായവയുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് സൂക്ഷിക്കുക. That include up-to-date എന്താണ് ഇൻവെന്ററി എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ട് അതിന്റെ ആ ഒരു വിവര പട്ടികകൾ up-to-date ആയിട്ട് നിലനിർത്തുക. അതുപോലെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കൃത്യമായിട്ട് നിലനിർത്തുക. അതുപോലെ റിപ്പോർട്ടഡ് ഇൻസിഡൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളോ up-to-date ആയിട്ട് സൂക്ഷിക്കുക. ഒന്നുകൂടി പറയാം, ഇവിടെ ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസറിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഈ ഗ്യാസ് കംപ്രസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്യാസസ് അതിന്റെ ഉപയോഗം അതിന്റെ കൈകാര്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായിട്ടുള്ള പരിശീലനങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. അത് ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഈ പറയുന്ന ഗ്യാസസ് എല്ലാം പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടിക്രമങ്ങളും റൂൾസും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ആ ഒരു ഗ്യാസ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു സൂപ്പർവൈസർ ആണ്. ഈ രണ്ട് സെന്റൻസ് മനസ്സിലായോ? ആ രണ്ട് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് രണ്ടെണ്ണം പറയാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് മേക്ക് ഷുവർ ദാറ്റ് ഉറപ്പുവരുത്തേണ്ട കാര്യം ഇപ്പൊ പെട്ടെന്നൊരു എന്താണ് ഒരു അപകടങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന നമുക്കൊരു ഡൗട്ട് വരുന്നു. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്
അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിൽ എളുപ്പത്തിൽ അവർക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് പ്ലാനുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ലിറ്ററേച്ചറുകളോ അവർക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ലഭ്യമാക്കി നൽകുക. And next point, provide staff and visitors with necessary personal protective equipment. അതായത് സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സിനും ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ PPE നൽകുക. ഈ 2 പോയിന്റും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. Then next പറയുന്നത് provide apt supervision of staff. സ്റ്റാഫുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള മേൽനോട്ടങ്ങൾ വഹിക്കുക. അതുപോലെ ensure staff and visitors adhere to applicable occupational health and safety regulation for the use of compressed gases. അതുപോലെ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് സ്റ്റാഫ് ആണെങ്കിലും അവിടുത്തെ വിസിറ്റേഴ്സ് ആണെങ്കിലും അവര് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സുരക്ഷ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും എന്തുപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ കംപ്രസ്ഡ് ഗ്യാസ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ നിയന്ത്രണങ്ങളും തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് സ്റ്റാഫുകളും വിസിറ്റേഴ്സും പാലിക്കുന്നുണ്ട് എന്ന് ആര് ഉറപ്പുവരുത്തണം? ഈ ഒരു സൂപ്പർവൈസർ ഉറപ്പുവരുത്തണം. ക്ലിയർ ആണോ? ആ 2 പോയിന്റ്സ് പറഞ്ഞത്. ഓക്കെ. Then next കണ്ടാണ് investigate reported incident to determine the cause and to develop apt preventive measures. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇപ്പൊ ഒരു ഗ്യാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ ഉണ്ടായെന്ന് വിചാരിച്ചോ. അങ്ങനെ അപകടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാം. അത് റിപ്പോർട്ട് ചെയ്ത ആ ഒരു സംഭവങ്ങള് കൃത്യമായിട്ട് അതിനെ കുറിച്ചുള്ള പരിശോധനകൾ ആര് നടത്തണം? ഈ സൂപ്പർവൈസർ നടത്തണം. എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിനെ പറ്റിയുള്ള പരിശോധന നടത്തുന്നത്? എന്തുകൊണ്ട് ഈ ഒരു സംഭവം ഉണ്ടായി അല്ലെ? അതിന്റെ കാരണം കണ്ടെത്തുകയും അത് ഇനി പിന്നെയും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ പിന്നീട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് അനുയോജ്യമായിട്ടുള്ള പ്രതിരോധ നടപടികളും വികസിപ്പിക്കുക. ക്ലിയർ അല്ലേ? Then last point, keep act records. അതായത് ഈ ഒരു കംപ്രസ്ഡ് ഗ്യാസസിന്റെ ഉപയോഗം അതിന്റെ കൈകാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അതായത് അവിടുത്തെ ഇൻവെന്ററീസ് അവിടുത്തെ ഉള്ള സാധനങ്ങളുടെ ആ ഒരു വിവര പട്ടികകൾ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക. അതുപോലെ അവർക്ക് കൊടുക്കുന്ന പരിശീലനങ്ങളുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റെക്കോർഡുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? ഡ്യൂട്ടീസ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി ക്ലിയർ ആയോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം പഠിച്ചിരുന്നു, ഓർക്കുന്നോ? സോഴ്സുമായി ബന്ധപ്പെട്ട് മാനിഫോൾഡ് സിസ്റ്റം പഠിച്ചില്ലേ? 2 ബാങ്ക്സ് ഉണ്ടായിരിക്കും, അത് സിലിണ്ടേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ വെച്ച് പറഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടോ അത്? ഓക്കെ. അപ്പൊ അവിടെ നമ്മുടെ ആ ഒരു മെയിൻ സോഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു മാനിഫോൾഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടിയാണ് കേട്ടോ പറയുന്നത്. എല്ലാവരുടെയും ഡ്യൂട്ടീസ് അല്ല, ഇവരുടെ 2 സൂപ്പർവൈസറിന്റെയും ഈ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെയും മാത്രം ഡ്യൂട്ടി നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. നോക്കിയേ, മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ്, ഒരു ദിവസത്തിന്റെ രാവിലെ അവർ ചെയ്യേണ്ട കാര്യമാണ് he will make sure that all the cylinders in the manifold room are okay. ആ ഒരു മാനിഫോൾഡ് റൂം എന്ന് പറഞ്ഞാൽ ആ സോഴ്സ് റൂം ആണ് കേട്ടോ. അവിടെയുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ആര് രാവിലെ തന്നെ ഫസ്റ്റ് ഉറപ്പുവരുത്തേണ്ട കാര്യം അതാണ്. കാരണം സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സിലിണ്ടേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ എന്തെങ്കിലും ചെറിയ ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മോർണിംഗില് അവര് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ ഒരു മാനിഫോൾഡ് റൂമിൽ അല്ലെങ്കിൽ ആ സ്റ്റോർ റൂമിൽ പോവുക, സോഴ്സ് റൂമിൽ പോവുക. അതിനുശേഷം അവിടുത്തെ എല്ലാ സിലിണ്ടറും ഓക്കെ കണ്ടീഷനിലാണോ എന്ന് പരിശോധിക്കാം. അത് ക്ലിയർ അല്ലേ? അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? രണ്ടാമത്തെ പോയിന്റ്, he will open the number of cylinders to ensure the correct pressure in the pipeline. ഇനി
ഇനി ആ ഒരു പൈപ്പ് ലൈനിലൂടെ അപ്പൊ നമ്മുടെ രാത്രിയൊക്കെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൽ സാധാരണ വാൽവ് ക്ലോസ് ചെയ്തിടാറുണ്ട് യൂസ് ചെയ്യാത്ത സമയങ്ങളിൽ. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. ഇനി അതുപോലെ നെക്സ്റ്റ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു സിലിണ്ടേഴ്സ് ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഹി വിൽ ഓപ്പൺ ദ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്. എത്ര നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് വേണം പ്രവർത്തിപ്പിക്കാനായിട്ട്, ഇനി എത്ര നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് വേണോ അത് ഓപ്പൺ ചെയ്യുന്നു, വാൽവ് ഓപ്പൺ ചെയ്തിരുന്നു. അതിലൂടെ ആ പൈപ്പിലുള്ള കറക്റ്റ് പ്രഷർ എപ്പോഴും ഉറപ്പാക്കി നിർത്തുന്നു, എൻഷുർ ചെയ്ത് നിർത്തുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യാത്ത സമയത്ത് ഓഫ് ചെയ്തിടാറില്ലേ? ഓഫ് ചെയ്തിടാറില്ലേ? അത് ഇനി യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തലേ ദിവസം രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓഫ് ചെയ്തല്ലേ ഇടാം. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നമ്മൾ നോക്കിയിട്ടാണ് ഓൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഇവർ എന്ത് ചെയ്യാണ്? ഓക്കെ ആണോ എന്ന് നോക്കുന്നു, അതിനുശേഷം ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് ആ ഒരു പൈപ്പ് ലൈനിലുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള കറക്റ്റ് പ്രഷർ നിലനിർത്തുന്നു. ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. Then third point, he will be using cylinders from one side of the manifold cylinder bank, right side or left side. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു two banks ഉണ്ടാവുന്ന രണ്ട് സെറ്റ് ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? അതിലൊരു സെറ്റ് ആദ്യം നമ്മൾ യൂസ് ചെയ്ത് തീർക്കും, അതിനുശേഷമായിരിക്കും അടുത്ത സെറ്റ് എടുക്കാന്ന് പറഞ്ഞു ഇല്ലേ? നമ്മുടെ വീട്ടില് രണ്ട് സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ പറഞ്ഞില്ലേ മിസ്? അത് തന്നെയാണ് ഇവിടെ പറയുന്നേ. അപ്പൊ ഇവിടെ ഒരു സെറ്റ്, അതായത് ഒരു ബാങ്കിലെ ഇപ്പൊ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബാങ്കിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ബാങ്കിൽ നിന്ന് എടുക്കാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. മനസ്സിലായോ? ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സിലിണ്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു സെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാതെ അല്ലെ? അത് മുഴുവനായിട്ട് തീർന്നു കഴിയുമ്പോഴല്ലേ നമ്മൾ അടുത്തെടുക്കാം. ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്താൽ അത് പൂർണ്ണമായിട്ടും തീർന്നിട്ടല്ലേ നമ്മൾ പുതിയത് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം സിലിണ്ടേഴ്സ്. ലെഫ്റ്റ് സൈഡിൽ, ഇത് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉള്ള ബാങ്കുകളിൽ നിന്ന് നമുക്കത് യൂസ് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ ആദ്യം ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? അത് നോക്കിയല്ലേ? ഇതൊക്കെ എളുപ്പമാണ്, അതുകൊണ്ടാണ് മിസ് റിപ്പീറ്റ് ചെയ്ത് കുറെ ഒന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, the cylinders of the other side should be dispatched as soon as all the cylinders of that bank are empty. എന്താ പറയുന്നത്? ഒരു സൈഡിലെ എല്ലാ സിലിണ്ടറുകളും തീർന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത സൈഡിലുള്ള സിലിണ്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു അല്ലെ? നമ്മുടെ വീട്ടിൽ ഒരു സിലിണ്ടർ പൂർണ്ണമായിട്ടും തീരുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് വെച്ചിരിക്കുന്ന ബാക്കപ്പ് ആയിട്ട് വെച്ചിരിക്കുന്നവ എടുക്കും അല്ലെ? അതുപോലെ തന്നെ ഒരു സൈഡിലെ സിലിണ്ടേഴ്സ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡിലുള്ള സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കും. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. Then next one, he will check all the cylinders for leakage using soap water mixture. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ച് ലീക്കേജും കാര്യങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്? നമ്മുടെ വണ്ടിയുടെയൊക്കെ ടയറുകള് പഞ്ചറായി കഴിഞ്ഞാൽ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. സോപ്പ് വാട്ടർ ഉപയോഗിച്ച് എന്താണ് അതിന് മുകളിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ലീക്കേജ് ഉണ്ടെന്നാണ് അർത്ഥം. കണ്ടിട്ടില്ലേ? വീട്ടിലൊക്കെ ചെയ്ത് നോക്കാറൊക്കെ ഉണ്ട്. ചില വീടുകളിൽ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ അവർ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ വ്യക്തി സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തണം. Then he will maintain a stock of needed instruments with him in the manifold room. എന്താ? അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു മാനിഫോൾഡ് റൂമില് ഉപകരണങ്ങളും സിലിണ്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അത്യാവശ്യം എന്തെങ്കിലും റിപ്പയറോ കാര്യങ്ങളോ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും മെയിൻ്റനൻസിനോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്യണോ കാര്യങ്ങൾക്കോ വേണമെങ്കിൽ ആവശ്യമായ ഉപകരണങ്ങൾ അവിടെ തന്നെ ആ ഒരു മാനിഫോൾഡ് റൂമിൽ തന്നെ എന്ത് ചെയ്യുക? സൂക്ഷിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ചിലപ്പോൾ അത് എന്തെങ്കിലും എന്താണ് വാൽവുകൾക്ക് വല്ല കംപ്ലൈന്റ് വന്നാലോ അത് റീപ്ലേസ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ആ റെഗുലേറ്റേഴ്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിലോ ഒക്കെ അതിന് അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ വേണമല്ലോ അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ അത് സൂക്ഷിക്കാറില്ലേ? വാഹനങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു മാനിഫോൾഡ് റൂമുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അവിടെ എന്ത് ചെയ്തിരിക്കണം? കരുതിയിരിക്കണം. Then after checking in the mini room, he has to take a round of the hospital to see all the outlets by him.
and to find out its exact functioning from staff appointed there. അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ റൂമുകളിലും മാക്സിമം അത് ചെയ്യാൻ പറ്റുന്ന എല്ലാ റൂമുകളിലും ഒന്ന് പരിശോധനകൾ നടത്താം. അതായത് ആ ഹോസ്പിറ്റലില് ഒന്ന് ടേക്ക് അറൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചുറ്റി ഒന്ന് കാണുക, എല്ലാ റൂമുകളിലെയും ഔട്ട്ലെറ്റുകളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കാം. അതുപോലെ തന്നെ ഓരോ സ്റ്റാഫുകളെ ഓരോ വാർഡിലേക്കാണെങ്കിലും റൂമുകളിലേക്കാണെങ്കിലും അവിടെ സ്റ്റാഫുകൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ. നഴ്സസിനെ അവർക്ക് അസിസ്റ്റന്റ് നഴ്സസിനെ എന്താണ് ഇൻചാർജിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ. അപ്പൊ അത്തരം ആ സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളോട് അന്വേഷിക്കുക, ഈ ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഔട്ട്ലെറ്റുകളിൽ കംപ്ലൈന്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ഒന്നുകൂടി ആ ഒരു ഹോസ്പിറ്റലിന് ചുറ്റും നടന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ he will repair or arrange to repair any deficiency in the outlet or in the pipeline that include main manifold room. അതുപോലെ തന്നെ ഇപ്പോ എന്തെങ്കിലും മെയിൻ മാൻഫോൾഡ് റൂമുമായി ബന്ധപ്പെട്ടോ, ആ സോഴ്സ് കൊടുക്കുന്ന ആ ഒരു റൂമുമായി ബന്ധപ്പെട്ടോ, ആ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ആ ഔട്ട്ലെറ്റുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും തകരാറുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ അദ്ദേഹത്തിന് റിപ്പയർ ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ ആ റിപ്പയർ ചെയ്യാൻ ആവശ്യമായ അറേഞ്ച്മെന്റുകളും ചെയ്തു കൊടുക്കുക. Then he will place order for refill of the cylinders in consultation with the authorized officer. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ബാങ്കിലെ സിലിണ്ടേഴ്സിലെ ഗ്യാസസ് കഴിഞ്ഞു, അപ്പൊ നമുക്ക് അടുത്ത ബാങ്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ മറ്റൊന്ന് നിറച്ചു വെക്കണം. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ ചെയ്യാം, ഒരെണ്ണം യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ അടുത്തത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റെപ്പ് ബാക്ക് ആയിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് ഇല്ലേ, വെക്കാറില്ലേ, ബുക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാറില്ലേ. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു സിലിണ്ടേഴ്സ് റീഫിൽ ചെയ്യാം. കംപ്ലീറ്റ് എം ടി ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ആണെങ്കിൽ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് അത് റീഫിൽ ചെയ്യാനായിട്ടുള്ള ഓർഡറും കാര്യങ്ങളും കൊടുക്കുക. Then he will also look after the nitrous cylinders in the operation theatre. If there is no central supply of this gas, he will also make sure that the supply of oxygen in other areas without central pipeline. Within our centralized medical gas system, ഒരു പൈപ്പ്ലൈൻ സംവിധാനം ആക്കിയത് വഴിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ചില ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൈപ്പ്ലൈൻ സംവിധാനം കൊണ്ടുവന്നിട്ടില്ലാത്തതുണ്ടാവും. സാധാ പണ്ടത്തെ ആ ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ഇടമാണ് എങ്കിൽ, അല്ലെങ്കിൽ ചില റൂമുകളിലേക്ക് നമ്മൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ നൈട്രസ് സിലിണ്ടേഴ്സ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടേഴ്സോ കാര്യങ്ങളോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓക്കെ ആണോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പരിശോധന നടത്തുക. ആ ഒരു ഭാഗത്തേക്ക് പൈപ്പ് ലൈൻ സംവിധാനം എത്തിയിട്ടില്ല എങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. അല്ല, നൈട്രസ് ഒരു സെൻട്രൽ പൈപ്പ് ലൈൻ സംവിധാനം ഇല്ലാത്ത ഇടങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏരിയാസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം ഭാഗങ്ങളിലേക്ക് ആ സിലിണ്ടേഴ്സ് കൂടി ഒന്ന് പരിശോധന നടത്തേണ്ടതാണ്. Then he will also help operation theatre technician in the maintenance of the Boyle's machine. Boyle's machine എന്ന് പറഞ്ഞാൽ നമ്മുടെ അനസ്തെറ്റിക് ഗ്യാസുകളിലെ അനസ്തേഷ്യക്ക് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ ഓഫ് ഗ്യാസസ് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള അളവില് സർജറിയുടെ സമയത്ത് പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ബോയിൽസ് മെഷീൻ. അപ്പൊ ആ ഒരു ബോയിൽസ് മെഷീനിലും നമ്മുടെ ഈ അനസ്തെറ്റിക് ആയിട്ടുള്ള ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ് മുതലായിട്ടുള്ള ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം മെഷീന്റെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ടും ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നീഷ്യനെ ആര് സഹായിക്കണം, ഈ ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ സഹായിക്കണം. Then altering the wards cylinder is also his duty. അതുപോലെ തന്നെ വാർഡിലോ കാര്യങ്ങളിലോ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് തീരുന്നതിനനുസരിച്ച് മാറ്റി സ്ഥാപിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്, ഈ മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടിയാണ്. Then all the major problems are to be brought to the administrator soon. അതുപോലെ തന്നെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ അത് അഡ്മിനിസ്ട്രേറ്ററെ അറിയിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടി തന്നെയാ, ഈ മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി ആ ഭാഗം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടാ.
ഏതാണ് 10th പറഞ്ഞോ? ടെൻത്ത് പറഞ്ഞ് he will also look after അതല്ലേ ചോദിച്ചേ. അതായത് ഇവിടെ നൈട്രസ് സിലിണ്ടർ, അതായത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നൈട്രസ് ആയിട്ടുള്ള നൈട്രസ് ഗ്യാസുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അത്തരം ഇഫ് ദർ ഇസ് നോ സെൻട്രൽ സപ്ലൈ ഓഫ് ദിസ് ഗ്യാസ്, ഈ ഒരു ഗ്യാസിന്റെ സെൻട്രൽ സപ്ലൈ ഇല്ലാത്ത കണ്ടീഷൻസ് ആണെങ്കിൽ, അതായത് ചിലപ്പോ ഇപ്പൊ എന്തെങ്കിലും സ്ഥലപരിമിതികൾ മൂലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ചിലപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഈ ഒരു നൈട്രസ് സിലിണ്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് ലൈൻ സംവിധാനം വന്നിട്ടില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചിലപ്പോ ആ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ആ ഒരു പൈപ്പ് ലൈൻ സംവിധാനം വന്നിട്ടില്ലായിരിക്കും. അപ്പൊ അങ്ങനെ പൈപ്പ് ലൈൻ സെൻട്രൽ ആയിട്ടുള്ള ആ ഒരു സപ്ലൈ ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് ലൈൻ ആയിട്ടുള്ള ഒരു സെൻട്രൽ ആയിട്ടുള്ള ആ ഒരു സംവിധാനം ഇല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ഇല്ലാത്ത കേസസിൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പൈപ്പ് ലൈൻ സംവിധാനം ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് പകരം ആ ഒരു സിലിണ്ടറുകളായിട്ട് കൊണ്ടുവന്ന് വെച്ച് ഉപയോഗിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെ നൈട്രസ് സിലിണ്ടേഴ്സ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്, ആ സ്ഥലത്തേക്ക് ഒരു സെൻട്രൽ സപ്ലൈ ഓഫ് ഗ്യാസസ് ഇല്ല, ആ ഒരു പൈപ്പ് ലൈൻ സംവിധാനം ഇല്ല എങ്കിൽ അത്തരം സിലിണ്ടേഴ്സ് കൂടി ഒന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്ന സിലിണ്ടേഴ്സ് ആണെങ്കിലും വേറെ ഏതെങ്കിലും ഏരിയാസിൽ ആ ഒരു സെൻട്രൽ പൈപ്പ് ലൈൻ സംവിധാനം ഇല്ലാത്ത ഏതെങ്കിലും ഏരിയയിൽ ഉണ്ടെങ്കിൽ അത് കൂടി പരിശോധനയിൽ അത് കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ ദിവ്യ? ദിവ്യല്ലേ ചോദിച്ചത്? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? Third one, no. He will be using cylinders from one side of the manifold cylinder bank. Manifold cylinder bank എന്ന് പറഞ്ഞ എന്താ? രണ്ട് ബാങ്ക് ഉണ്ടാവും ഒരു മാനിഫോൾഡ് സിസ്റ്റത്തിന്. അതായത് ഒരു സെറ്റ് ഓഫ് സിലിണ്ടേഴ്സിനെയാണ് ഒരു ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ടാവും അടുത്ത ബാങ്കായിട്ട്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു സിലിണ്ടർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ അടുത്ത സിലിണ്ടർ ഉപയോഗിക്കും, അല്ലെ? അപ്പൊ ഒന്നിനെ ബാക്കപ്പ് ആയിട്ട് വെക്കുന്നതാണ്. അപ്പൊ ഇവിടെ രണ്ട് ബാങ്ക് ഉണ്ട്, ഇത് രണ്ട് ഗ്രൂപ്പ് ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ട്. ഒന്ന് റൈറ്റ് സൈഡിലുണ്ട്, ഒന്ന് ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ഇവർക്ക് ആദ്യം ഉപയോഗിക്കാം. അതങ്ങനെ റൈറ്റ് സൈഡിൽ വേണം ലെഫ്റ്റ് സൈഡിൽ അതൊന്നുമില്ല കേട്ടോ, അവിടെ ഒരു അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരെണ്ണം അവർക്ക് ഒരു സൈഡിൽ ഏതെങ്കിലും റൈറ്റ് സൈഡിൽ നിന്നുള്ളത് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളത് ഉപയോഗിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം അവർക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ റൈറ്റ് സൈഡിൽ നിന്നുള്ളത് സിലിണ്ടേഴ്സ് ആണ്, ആ ഒരു ബാങ്കിൽ നിന്നാണ് നമ്മൾ ഗ്യാസ് എടുക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, എംറ്റി ആയി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ലെഫ്റ്റ് സൈഡിലുള്ളതിൽ നിന്ന് എടുക്കുക. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസ് ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത്. ആ ഒരു കോഡുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എളുപ്പമല്ലേ? നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണേ, എന്നാൽ മാത്രമേ ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ വായിച്ച് ബൈപ്പാട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രമിക്കാം കേട്ടോ. അതുകൊണ്ടാണ് മിസ് എക്സാമ്പിളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒന്ന് പഠിപ്പിച്ചു തന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നെക്സ്റ്റ് 9th ചാപ്റ്റർ ആണ്. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ആണ് ഇനി മിസ് എടുക്കാൻ പോകുന്നത്, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ആ ഒരു പേരിൽ നിന്ന് തന്നെ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി പഠിച്ചാല് നിങ്ങൾക്ക് അത്യാവശ്യം
ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് വലിയ ചാപ്റ്റർ ഒന്നും അല്ല, എങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുക, അതുപോലെ അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവരുടെ സംതൃപ്തി അല്ലെ. വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സംതൃപ്തി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതും നിരീക്ഷിക്കുന്നു. അതിനാവശ്യമായ ഇംപ്രൂവ്മെന്റ്സ്, പേഷ്യൻസിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ മെച്ചപ്പെടുത്തൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിനെയും നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം അല്ലെ. പല പേഷ്യൻസും പല ഫീലിങ്സോട് വരുന്ന ആളുകളായിരിക്കും, ശരിയല്ലേ. ചിലർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളുകളുണ്ടാവും, ചിലർക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളുകളുണ്ടാവും, സങ്കടമുള്ള ആളുകളുണ്ടാവും ഇല്ലേ. അത് ഓരോരുത്തരുടെയും അവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതെ, വേദനകളുള്ള ആളുകളുണ്ടാവും. അപ്പൊ ഓരോരുത്തരെയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള രീതികളുണ്ട് ഇല്ലേ. എല്ലാവരെയും ഒരുപോലെ കൈകാര്യം ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവരുടെ അവസ്ഥകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക, ശരിയല്ലേ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മളോട് പെരുമാറുമ്പോഴാണ് നമ്മൾ സംതൃപ്തരാവുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ഓരോ പേഷ്യൻസിന്റെയും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കുറെ സ്ട്രാറ്റജീസ് ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറെ ഗുഡ് സർവീസുകൾ കൊടുക്കണം, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജി അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പിന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓൾമോസ്റ്റ് കുറെയൊക്കെ നമുക്ക് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്ന് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ആ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ് എന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് സമയം അധികം കളയുന്നില്ല, ഇൻട്രൊഡക്ഷൻ ഭാഗത്തേക്ക് കിടക്കാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനിലെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നോക്കിയേ, patient satisfaction is a comparative phenomenon which has been around since the 1960s, but active research on the topic was started in late 1970s and early 1980s. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഇതൊരു താരതമ്യ പ്രതിഭാസമാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്താണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത്, ശരിയല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്തല്ലേ നമ്മൾ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അറിയുന്നത് അല്ലെ. ഓരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അതിൽ നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഓവറോൾ ആയിട്ട് അവിടുത്തെ ക്വാളിറ്റിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ നമ്മൾ ഓരോ കെയറിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അവർ തരുന്ന അവരുടെ ബിഹേവിയറിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ നമ്മൾ കമ്പാരിറ്റീവ് ഫിനോമിനൽ ഒരു താരതമ്യ പ്രതിഭാസമാണ് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഇത് സാധാരണ 1960 ആയപ്പോഴേ ഇത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടലെടുത്തെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കുറച്ചൊരു ആക്റ്റീവ് ആയിട്ടുള്ള റിസർച്ചുകൾ നടന്നത് ലേറ്റ് 1970s അവസാനത്തോടുകൂടിയും 1980s ആദ്യകാലങ്ങളിലുമായിരുന്നു. അങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് നടക്കാൻ തുടങ്ങി. This leads to the substitution of the idea of quantity of life by a more patient-centered concept of quality of life. എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ഇപ്പൊ ഒരു ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്, അതായത് ഒരു ജീവിതത്തിന്റെ ഒരു അളവ് അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റിയേക്കാൾ കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ശരിക്കും എന്താണ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ അതിലാണ് ഈ ഒരു കോൺസെപ്റ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട റിസർച്ചുകളിലൂടെ മനസ്സിലാക്കിയത്. അതായത് നമ്മുടെ ലൈഫിന്റെ നിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി. ഇപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ എപ്പോഴും ഒരു സംതൃപ്തി ഇരിക്കുന്നത് അവർ എത്രത്തോളം സർവീസുകൾ നമുക്ക് തരുന്നു എന്നതിലല്ല അല്ലെ, അവർ തന്ന സർവീസുകൾ എത്ര ക്വാളിറ്റി ഉള്ളതാണ് എന്നതിലല്ലേ. അത് എന്ത് കാര്യത്തിലും നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്, ശരിയല്ലേ. നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ, നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ പറഞ്ഞു, നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കുറെ ആളുകൾ തന്നു,
ഒരുപാട് ഗിഫ്റ്റ് തന്നത് കൊണ്ടല്ല. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് തരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ തരുന്നു, അതിലല്ലേ കാര്യം, അല്ലേ? അവിടെ അളവിലല്ല നമ്മുടെ മുൻതൂക്കം കൊടുക്കേണ്ടത്, ശരിയല്ലേ? അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരത്തിലാണ് നമ്മുടെ മുൻതൂക്കം. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് സർവീസുകൾ തരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സർവീസിന് ക്വാളിറ്റി ഇല്ലാത്ത സർവീസ് ഒരുപാട് തന്നത് കൊണ്ട് കാര്യമുണ്ടോ? അതിന് എണ്ണം കൂടുതലാണ്, പക്ഷെ അതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആണോ? അത് അല്ല, അല്ലെ? പക്ഷെ ഒരെണ്ണമേ തരുന്നുള്ളെങ്കിൽ പോലും അത് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് നമുക്ക് തരുന്നതെങ്കിലോ അതല്ലേ ഇന്ന് മികച്ചത്, അല്ലെ? അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും സെൻട്രലൈസ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫിലാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ജീവിതത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എപ്പോഴും ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ ഇവിടെ വരെ? മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ? ഒന്ന് ജനറൽ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. Okay. Then next, patient satisfaction incorporate the patient's perceived requirement, his expectation from the health system and experience of health care. അപ്പൊ ഒരു പേഷ്യൻസിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? അതില് പേഷ്യൻസിന്റെ പെർസീവ്ഡ് റിക്വയർമെന്റ്, അവരുടെ ആവശ്യകതകൾ, ഇല്ലേ? നമുക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആവശ്യവുമായിട്ടല്ലേ നമ്മൾ ചെല്ലുന്നത്, അല്ലേ? ഉണ്ടോ? ഒരുപാട് ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരുപാട് ആവശ്യകതകളുണ്ട്. ആ ആവശ്യകതകൾ എന്താണെന്ന് തിരിച്ചറിയുക, അല്ലെ? ആവശ്യകതകൾ എന്താണെന്ന് തിരിച്ചറിയുക. അതുപോലെ that patient's his expectation from the health system, ആ ഒരു ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഇല്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമുക്ക്, അല്ലെ? അവർ ഇങ്ങനത്തെ സർവീസ് തരണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള പരിചരണം തരണം. നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഇല്ലേ? ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? പോകുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ പരിചരണം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം കിട്ടേണ്ടത് എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസും ഉണ്ട്, അല്ലെ? അപ്പൊ അത്തരം പ്രതീക്ഷകളും അവരുടെ അത്തരത്തിലുള്ള ആ ഒരു ആവശ്യകതകളും എല്ലാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ, അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ആരോഗ്യ പരിചരണങ്ങളാണ് കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്നാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അപ്പോ അവിടെ നമ്മളൊരു സ്ഥാപനവുമായി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് ആ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ടോ, അതിലൂടെ പേഷ്യൻസ് സംതൃപ്തരാകുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ ആവശ്യകതകൾ അവർ തിരിച്ചറിയും, നമ്മൾ പറയാതെ തന്നെ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കെയറും അവർ തരുമ്പോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവം എല്ലാ രീതിയിലും നമുക്ക് അവിടുത്തെ ആ ഒരു പരിചരണത്തിലൂടെ കിട്ടുകയാണെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ലേ? ആവുമോ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. പേഷ്യൻസ് പെർസീവ്ഡ് റിക്വയർമെന്റ്, ഹിസ് എക്സ്പെക്ടേഷൻസ് ഫ്രം ദ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് അവരുടെ അനുഭവം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെയും സംതൃപ്തി എന്നതുകൊണ്ട് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ആൻഡ് ദിസ് മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് കെയർ. ഇതൊരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്, അതായത് ഒന്നിലധികം മുഖങ്ങളുള്ള ഒരു ആശയമാണ്. അപ്പൊ ഈ ഒരു ആശയത്തില് ഒരിക്കലും മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലിലെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മള് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്? ആണോ? അതൊരു മെയിൻ ഫാക്ടർ ആണ്. പക്ഷെ എങ്കിൽ പോലും അത് മാത്രമല്ല, അല്ലെ? മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലിരുത്തി ഒന്ന് ആലോചിച്ചിട്ടാണ് ഇത് ഓക്കെ ആണോ, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണോ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത്, ശരിയല്ലേ? എല്ലാ തരത്തിലും, അതായത് മെഡിക്കൽ പരമായിക്കോട്ടെ നോൺ മെഡിക്കൽ പരമായിട്ടുള്ള വശങ്ങളിൽ നിന്നും ആ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മികച്ചതായിട്ട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ നമുക്കൊരു മികച്ച അനുഭവം കിട്ടുമ്പോഴാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതിന് വാല്യൂ ഉണ്ടാവുന്നത്, ശരിയല്ലേ? ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ മിസ് പറഞ്ഞതൊക്കെ? മനസ്സിലായോ? ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ?
ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടാ. അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. എന്താണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ? നമ്മളെ ഒന്ന് ചിന്തിച്ച് നമ്മളെ ഒരു സംതൃപ്തരാവുന്നത് എപ്പോഴാണ്, അങ്ങനെ ഒന്ന് ചിന്തിച്ച് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. Then patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their health care provider. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സംതൃപ്തി അത് മെഷർ, അത് നമുക്ക് മെഷർ ചെയ്യാം അല്ലെ, ഒരു അളക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. ആ ഇതിൽ എന്താണ് നമ്മുടെ ശരിക്കും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്താ അളക്കുന്നത്? എത്രത്തോളം പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. ഒരു ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്ര നല്ലൊരു ആരോഗ്യ പരിചരണം അവർ നൽകുന്നുണ്ട്, അതിൽ ഓരോ പേഷ്യൻസും എത്രത്തോളം സംതൃപ്തരാണ് എന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെ അല്ലെ. നമ്മൾ മെഷർ ചെയ്യല്ലേ ചെയ്യുന്നത്? ഓരോ പേഷ്യൻസും അവിടെ നിന്ന് കിട്ടുന്ന പരിചരണങ്ങളിൽ എത്രത്തോളം സംതൃപ്തരാണ് എന്ന് മെഷർ ചെയ്യല്ലേ, അളക്കല്ലേ ചെയ്യുന്നത് ആണോ? Then patient satisfaction is concerned with how patients assess the quality of their health care experience. For patient satisfaction lode ഓരോ പേഷ്യൻസിന്റെയും how patients assess the quality of their health care experience. എന്താണ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്? അപ്പൊ നമ്മുടെ ഉള്ളിലിട്ട് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് വിലയിരുത്താണ്, അവർ എത്ര നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പരിചരണമാണ് എനിക്ക് തന്നിരിക്കുന്നത് അല്ലെ. നമ്മളൊന്ന് വിലയിരുത്തുകയല്ലേ ചെയ്യുക അതിനെ. നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവിടെ നിന്നുള്ളത്, അത് നമ്മൾ അവിടെ വിലയിരുത്തുകയല്ലേ ചെയ്യുന്നത്. അസസ്മെന്റ് നടത്തുകയല്ലേ ചെയ്യുന്നത്, ഇവാലുവേഷൻ നടത്തുകയല്ലേ ചെയ്യുന്നത്. അതിലൂടെയാണ് നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ ഓരോരുത്തരുടെയും സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അല്ലാതെ നമുക്ക് തോന്നിയ പോലെയല്ല നമ്മൾ പറയുന്നത്, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. ചിലപ്പോ ചിലർക്ക് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം, ചിലർക്ക് നല്ല ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനോട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസിനെ ഒന്നുകൂടി വിലയിരുത്തി അവരുടെ ഓരോ കാര്യങ്ങളിലുമുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാറുണ്ട്, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട്. Then നോക്കിയേ, it is increasingly being evaluated in surveys of healthcare setting as a maker of quality of care, together with other dimensions of quality like access, relevance to requirements, effectiveness and efficiency. അപ്പൊ നമ്മുടെ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണ്, ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അതായത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമ്മള് അവർ സർവേകൾ നടത്താം. ഹെൽത്ത് കെയർ സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സർവേകളിലൂടെയാണ് സാധാരണയായിട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ വിലയിരുത്തുന്നത്. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എങ്ങനെയാ, നമ്മുടെ വീടുകളിലേക്ക് സർവേ എടുക്കാൻ ആളുകൾ വരാറുണ്ടോ? കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാറില്ലേ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവരൊരു സർവേ എടുക്കുകയാണ്, പേഷ്യൻസിന്റെ സർവേ. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സർവീസിലേക്ക്, അതായത് ഹോസ്പിറ്റലിൽ നൽകുന്ന ആ ഒരു സർവീസിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണ്, നമ്മുടെ ആവശ്യകതകളൊക്കെ, പ്രസക്തമായിട്ടുള്ള ആവശ്യകതകളൊക്കെ അവിടെ റിക്വയർമെന്റ് ചെയ്തോ അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയോ, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു സർവീസിന്റെ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി എങ്ങനെയാണ്, കാര്യക്ഷമത എങ്ങനെയാണ്, ഓരോ ഭാഗത്തെയും അതുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി എങ്ങനെയാണ്, നല്ല പരിചരണം നൽകുന്നുണ്ടോ, സ്റ്റാഫുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ക്വസ്റ്റ്യനറിൽ ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുഡ് ആണോ, നമ്മുടെ ബാഡ് ആണോ എക്സ്പീരിയൻസ്, ആവറേജ് ആണോ, വളരെ വെരി എക്സലന്റ് ആണോ, അത്തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് അത് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സർവേകളിലൂടെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ സർവേകളിലൂടെയാണ് നമ്മൾ പ്രധാനമായിട്ടും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? അതിന്റെ ഒരു മോഡലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ വരെ ഓക്കെ അല്ലേ? Okay. Then patient satisfaction is a vital metrics. Patient satisfaction is a vital metric to scale overall health care quality. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്രധാനമായിട്ടുള്ള ഒരു അളവുകോലാണ്.
to scale overall health care quality. ആ ഒരു സ്ഥാപനം നൽകുന്ന ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം നൽകുന്ന അവിടുത്തെ മുഴുവനായിട്ടുള്ള ഒരു ഹെൽത്ത് കെയറും ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള ഒരു ഗുണനിലവാരത്തെ അളക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അളവാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കുക എന്ന് പറയുന്നത്. With the help of patient satisfaction survey, patient satisfaction സർവേകളുടെ സഹായത്തോടുകൂടി continuously measuring of patient satisfaction and enhancing patient experience can be achieved. അപ്പൊ നമുക്ക് ഈ ഒരു patient satisfaction സർവേകൾ നടത്തുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളാണ് അതിൽ പറയുക അല്ലെ. അപ്പൊ അതിനെ വിലയിരുത്തൽ നടത്തി നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണ് അവർ സംതൃപ്തരല്ലാത്തത്, അത്തരം ഏരിയാസിൽ നമുക്ക് മെച്ചപ്പെടുത്തൽ നടത്താൻ പറ്റും അല്ലെ. അതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിലൂടെ ഏതൊക്കെ ഏരിയാസിൽ അത് സാറ്റിസ്ഫൈഡ് അല്ല, ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ്സ് നടത്തേണ്ടത്, അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റ് നടത്തി ഇനി പിന്നീട് വരുന്ന ഓരോ പേഷ്യൻസിനും മികച്ച ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. Then next പറയുന്നത് എന്താണ് പറയുന്നത്, നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. ഒരു സർവേ നടത്തുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? വലിയ രീതിയിലുള്ള എഫേർട്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സർവേകൾ നടത്താം ഇല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ആണോ? മച്ച് എഫേർട്ട് ആണ്. ഒരുപാട് എഫേർട്ടുകളോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിന്റെ സർവേകൾ എടുക്കാനും അതുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻസ് നടത്തി മെച്ചപ്പെടുത്തൽ നടത്താനും പറ്റും. Then patient satisfaction was evaluated by a questionnaire developed with patients which gathered information about the time spent at appointments, travel cost and perception of quality of services. ഈ ഒരു patient satisfaction സർവേ നടത്തുമ്പോൾ നമ്മൾ അതൊരു ക്വസ്റ്റ്യനെയർ രൂപത്തിലാണ്, ഒരു ചോദ്യാവലിയുടെ രൂപത്തിലാണ് അത് ഡെവലപ്പ് ചെയ്തത്. അത് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുകയാണ്. പേഷ്യൻസിനോട് അതിൽ കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. എത്ര സമയം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റുകൾക്ക് വേണ്ടി ചെലവായി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവിടേക്ക് വരുന്ന ട്രാവൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അതുപോലെ അവിടുത്തെ സർവീസുകളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ധാരണ എന്താണ്, നല്ല ക്വാളിറ്റിയുള്ള സർവീസ് ആണോ തരുന്നത്, അവിടുത്തെ സ്റ്റാഫുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്, നോൺ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ ക്വാളിറ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ, ഒരു ചോദ്യാവലിയാണ് കൊടുക്കുക. അത് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യനെയേഴ്സ് കിട്ടുന്ന ക്വസ്റ്റ്യനെയേഴ്സ് ഇവാലുവേറ്റ് ചെയ്താണ് നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? Then patient satisfaction surveys are vital way to scale how your patients feel about their experience with your practice. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇത് എന്തൊരു പ്രധാനപ്പെട്ട അളവ് പോലാണെന്ന് പറഞ്ഞു അല്ലെ, ഒരു അളവാണ് അല്ലെ. ഹൗ യുവർ പേഷ്യൻസ് ഫീൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഓരോ പേഷ്യൻസിനും എങ്ങനെയാണ് അവർക്ക് ഈ ഒരു ഹോസ്പിറ്റലിലെ സർവീസിനെ കുറിച്ചും കെയറുകളെ കുറിച്ചും എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ, അവർക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, അബൌട്ട് ദെയർ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവമാണ്, അവരുടെ ഫീലിംഗ്സ് ആണ് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെ ആ സർവേയിലൂടെ അവർ പുറത്തേക്ക് കാണിക്കുന്നത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ്, ഒരു സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മോർ പ്രോബബിൾ ടു റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ്. പറയൂലേ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ടു, അവിടുത്തെ സർവീസുകളും അവിടുത്തെ ഡോക്ടേഴ്സിന്റെ പെരുമാറ്റവും എല്ലാം നമുക്ക് ഓക്കെയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? നമ്മൾ പറയാം അല്ലെ, ഞാൻ ഇന്നൊരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ നല്ല സർവീസും കെയറും ഒക്കെ ആയിട്ട് കിട്ടുന്നത്, നിങ്ങളും ഒന്ന് പോയി നോക്കുക പറയാറില്ലേ? അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ സാധാരണ അവർ എന്താണ്, സാധ്യമാണെങ്കിൽ അവരെ മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു പ്രാക്ടീസ് എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും അല്ലെ, ശുപാർശ ചെയ്യുന്നു. ആൻഡ് ആസ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്സ്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ കംപ്ലൈന്റുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും, കുറവായിരിക്കില്ലേ? കംപ്ലൈന്റുകളുടെ എണ്ണവും കുറവായിരിക്കും അല്ലെ. Then നെക്സ്റ്റ് പറയുന്നത് patient satisfaction is considered as one of the most important parameters of quality. അല്ലെ, ആ ഒരു ഗുണനിലവാരത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ദ മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ്. റിസർച്ചുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഭരണവുമായി ബന്ധപ്പെട്ടോ ഓരോ കാര്യങ്ങളും പ്ലാനിങ്
അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുക അല്ലെങ്കിൽ അളക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വരെ ഇൻട്രൊഡക്ഷന്റെ ഭാഗം ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ആ ഒരു ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്, അത് പ്രധാനപ്പെട്ട ഒരു മെഷറിംഗ് ടൂൾ ആണ്. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെയാണ് സാധാരണയായിട്ട് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നത്. അത്രയും മാത്രമേ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളുള്ളൂ. അടുത്തത് the client satisfaction is a decisive index for ascertaining the quality services and the way in which they are given by medical staff. Satisfaction with the physician, nurses, equipment, housekeeping, billing and food services are the main determinants of overall satisfaction of hospitalized patients. ഒരു hospitalized patientsമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്ത് താമസിക്കുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത് ഇതൊരു നിർണായകമായിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള സൂചകമായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് അവരുടെ ഒരു മൊത്തത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുക അല്ലെ. ഒന്നാമത്തെ എന്താണ് ക്വാളിറ്റി സർവീസസ് ആൻഡ് ദ വേ ഇൻ വിച്ച് ദേ ആർ ഗിവൺ ബൈ മെഡിക്കൽ സ്റ്റാഫ്. അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകള് നൽകുന്ന ക്വാളിറ്റി ഓഫ് സർവീസുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും. ശരിയല്ലേ? അവർ നല്ല ക്വാളിറ്റി ഓഫ് സർവീസ് തരാണെങ്കിൽ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവും. സാറ്റിസ്ഫൈഡ് ആവോ? ഡോക്ടേഴ്സിന്റെ നമ്മൾ പരിചരിക്കുന്ന ഡോക്ടേഴ്സിന്റെ പെരുമാറ്റവും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും എങ്ങനെയാണ്? നമ്മളോട് നമ്മൾ നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലേ? ചില ഡോക്ടേഴ്സ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് പറയുന്നത് ഒന്നും കേൾക്കില്ല അല്ലേ, അവർ പറയുന്നത് മാത്രം നമ്മളെ കേൾക്കണം എന്നുള്ളവരുണ്ട് അല്ലേ. അത്തരത്തിലാവുമ്പോൾ നമുക്കും ഒരു മടുപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് അവരോട് എന്തെങ്കിലും പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. അതേസമയം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ഡോക്ടറാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലേ? അല്ലെ? അതെ, പിന്നെ പോവാൻ തോന്നില്ല. അപ്പൊ അതുപോലെ തന്നെ അവിടുത്തെ നഴ്സസിന്റെ പെരുമാറ്റം, അവർ നൽകുന്ന കെയർ നല്ലതാണെങ്കിലോ അല്ലെ സാറ്റിസ്ഫൈഡ് ആവും നമ്മൾ അല്ലെ. അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള്, ഹൗസ് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഇല്ലേ, നമ്മൾ താമസിക്കുന്ന റൂം, നമ്മൾ താമസിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വൃത്തിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമ്മൾ വൃത്തിയില്ലാത്ത ഹോസ്പിറ്റലിൽ നമുക്ക് പോകാൻ തോന്നുമോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ബില്ലിങ് നോക്കാറില്ലേ? ഒരുപാട് കോസ്റ്റോ കാര്യങ്ങളോ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവാറില്ല. ഹോസ്പിറ്റലിൽ സാധാരണ പിന്നെ പോവാൻ തോന്നില്ല, കാരണം എന്താ, ഒരുപാട് കോസ്റ്റ്ലി ആണെങ്കിൽ അല്ലെ. അതുപോലെ അവിടെ നൽകുന്ന ഫുഡ് സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതും നോക്കാറില്ലേ? അപ്പൊ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പറയുന്ന എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൊത്തത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു കാര്യത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല, ഇതുപോലെയുള്ള ഒരുപാട് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരു ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യന്റിന്റെ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അവരുടെ സംതൃപ്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നോൺ മെഡിക്കൽ പരമായിട്ടുള്ള ആസ്പെക്റ്റുകളും ഇതിലൊരു ഘടകമാണ്. ക്ലിയർ ആണോ അത്? മനസ്സിലായോ? ഓക്കെ. Then next പറഞ്ഞത്, the patient satisfaction is of predominant importance in ensuring better quality on the way to total quality management, since the patient or customer is the one who decide the quality, who receive the goods or services, who persuade others to accept it, who decide your market strategies, who provide correct feedback about the performance of the hospital and make success the program of total quality management. അപ്പോൾ നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് എന്തുറപ്പ് വരുത്താൻ പറ്റും? ബെറ്റർ ക്വാളിറ്റി അല്ലെ? ആ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, പേഷ്യൻസ് കൃത്യമായ ഫീഡ്ബാക്കുകൾ നമുക്ക് തരും അവരുടെ എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കി. അപ്പൊ നമുക്ക് മെച്ചപ്പെടുത്തൽ നടത്തേണ്ട ഏരിയാസ് എവിടെയാണെന്ന് മനസ്സിലാക്കാനും അവിടെ മികച്ച ക്വാളിറ്റി ഉറപ്പുവരുത്താനും സാധിക്കുന്നില്ലേ? സാധിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ആ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ പറ്റില്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ടൂള് തന്നെയാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അല്ലെ? ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഹോസ്പിറ്റലിന്റെ കസ്റ്റമർ പേഷ്യന്റ് ആണ് അല്ലെ? അവരാണ് അവിടുത്തെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിർണ്ണയിക്കുന്ന ആളുകൾ. അതിന് തീരുമാനമെടുക്കുന്ന പേഷ്യൻസ് അല്ലേ? കാരണം അവർക്കാണ് ആ ഒരു ഗുഡ്സ് ഓർ സർവീസസ് ലഭിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന ആളുകൾ പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്കല്ലേ അതിനെ കുറിച്ച് അതിന്റെ ക്വാളിറ്റി ഇത്രയുടെന്ന് നിർണ്ണയിക്കേണ്ട ബെസ്റ്റ് വ്യക്തി എന്ന് പറയുന്ന അവരല്ലേ? അല്ലെ? അതുപോലെ മികച്ച നല്ല രീതിയിലുള്ള സർവീസ് ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരെ അവിടെ പോവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യോ? അതുപോലെ തന്നെ who does your market strategies? അപ്പൊ എങ്ങനെയാണ് പേഷ്യൻസിനെ മാർക്കറ്റ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിലേക്ക് ഈ ഒരു ഹോസ്പിറ്റലിനെ മാർക്കറ്റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഫീഡ്ബാക്കുകൾ, ഓരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ആ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് തരുന്നത് പേഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസുകളുടെ ഒക്കെ ബേസിസിൽ നമുക്ക് ആ ഒരു സർവേ ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഇവിടെ വരെയും മിസ് എടുത്ത് നിർത്താണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.